അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ഭയപ്പെടുന്ന പ്രതിപക്ഷത്തെ ലോകത്തെവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? സാധാരണ അടിയന്തര പ്രമേയം എന്നൊക്കെ പറഞ്ഞാൽ ചാട്ടുളി പോലെ ഭരണപക്ഷത്തിന് നേരെ, ഗവൺമെന്റിന് നേരെ വലിയ ആക്രമണമായിട്ട് വരുന്നൊരു കാര്യമല്ലേ. ഇവിടെ അതിന് ധൈര്യമുണ്ടായോ? പ്രതിപക്ഷത്തിന് അവതരിപ്പിക്കാനുള്ള ധൈര്യമുണ്ടായോ? ഗവൺമെന്റിനെ വല്ലാതെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ആരോപണങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാവില്ല. ഏതെങ്കിലും ഒരു ചെറിയ ആരോപണമെങ്കിലും ഈ സഭയിൽ ഉന്നയിക്കാൻ അവർക്ക് കഴിയും. ഇതുപോലെ വികസന വിരുദ്ധരായൊരു പ്രതിപക്ഷം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്? സർ, LDF-നോടുള്ള രാഷ്ട്രീയ വിരോധം വെച്ച് നമ്മുടെ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിക്കാവൂ? ബിജെപിക്ക് നേതൃത്വം കൊടുക്കുന്ന RSSന്റെ മനസ്സിന് ചെറിയ തോതിലുള്ള വിഷമമുണ്ടാക്കുന്ന കാര്യം പോലും ചെയ്യാൻ കേരളത്തിലെ UDF തയ്യാറല്ല. സർക്കാരിനെതിരെ വസ്തുതകളൊന്നും അവതരിപ്പിക്കാനില്ല. അതുകൊണ്ട് നിയമസഭയിൽ നുളിച്ചോടുന്നു. പക്ഷേ നുണകൾ അവതരിപ്പിക്കാൻ ആരുടെയും സമ്മതം വേണ്ടാലോ. സത്യം ചെരുപ്പിടുമ്പോഴേക്ക് നുണ ലോകം ചുറ്റിക്കഴിയുന്നല്ലേ ഒരു ചൊല്ല്. അതിനുവരെ ഗീബൽസിനെ തോപ്പിച്ചിരിക്കുകയാണ്. ഗീബൽസിനേക്കാളും മിടുക്കരായി മാറിയിരിക്കുന്നു.